ക്രിസ്തുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന വേദനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേദനകളിൽ ഒന്നാണ് തിരസ്കരണം മൂലമുണ്ടാകുന്ന വേദന. ചില വ്യക്തികൾ നമ്മെ തള്ളിക്കളയാറുണ്ട്. അത് നമ്മുടെ ചെറിയ പ്രായത്തിൽ നമ്മുടെ കളിക്കൂട്ടുകാർ അവർ കളിക്കുമ്പോൾ കൂട്ടാതെ തിരസ്കരിക്കുമ്പോൾ, തള്ളിക്കളയുമ്പോൾ ഞാൻ ചെറിയ വേദന അനുഭവിച്ചിട്ടുണ്ട്. തള്ളിക്കളയലിൻ്റെ ചെറിയ വേദന അപ്പോൾ തുടങ്ങിയതാണ്. വലുതായപ്പോൾ നമ്മുടെ ബന്ധുമിത്രാദികളും നമ്മുടെ സുഹൃത്തുക്കളും നാം സ്നേഹിച്ചവരുമൊക്കെ നമ്മെ പല കാരണങ്ങൾ കൊണ്ട് പല അവസരങ്ങളിൽ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഈ തള്ളിക്കളയുമ്പോൾ അനുഭവിക്കുന്ന വേദന വളരെ വലുതാണ്. ഇവിടെയാണ് ജീവൻ്റെ അപ്പമായിട്ടുള്ള യേശുനാഥൻ, നമ്മുടെ ദൈവം രക്ഷകൻ, നമുക്കായി ഒരു വാഗ്ദാനം നൽകുന്നത്. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല എന്ന്. പിതാവിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് ആരെയും നഷ്ടപ്പെടുത്തരുത് എന്നതാണ്. അതിനാൽ തന്നെ യേശുനാഥൻ ഈ വാഗ്ദാനം നമുക്കായി നൽകുകയാണ്. നമ്മൾ എല്ലാവരും ഈ ലോകത്ത് സ്വീകരിക്കപ്പെടുന്നത്, ആളുകൾ നമ്മെ സ്വീകരിക്കുന്നത് നമ്മുടെ പദവിയും സ്വാധീനവും പണവും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആളുകൾ നമ്മെ സ്വീകരിക്കുന്നത്. എന്നാൽ യേശു നമ്മെ സ്വീകരിക്കുന്നത് ഉപാധികൾ ഇല്ലാതെയാണ്. ഒരു ഉപാധിയും മുന്നോട്ട് വയ്ക്കാതെയാണ്. നിനക്ക് നിൻ്റെ കുറവുകളുണ്ടോ, നിൻ്റെ പാപങ്ങളുണ്ടോ, നിൻ്റെ മുറിവുകളുണ്ടോ? നിനക്ക് കുറവുകളുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരൂ, ഞാൻ നിന്നെ എടുത്തു കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ നിന്നെ ചേർത്ത് പിടിച്ചു കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം യേശുനാഥൻ നമ്മെ ചേർത്ത് പിടിക്കുകയാണ്. അതിനാൽ ഒരു കുറവും, നമുക്ക് നമ്മുടെ വേദനകളും പാപങ്ങളും കുറവുകളും ചിലപ്പോൾ നാം തന്നെ നമ്മെ കുറ്റപ്പെടുത്തിയേക്കാം. നമ്മുടെ പാപത്തെ ഓർത്ത് ലോകം മാത്രമല്ല നമ്മെ തിരസ്കരിക്കുന്നത്, നാം തന്നെ നമ്മെ തിരസ്കരിച്ചിരിക്കാം. പക്ഷേ യേശുനാഥന് നമ്മെ വിട്ടുകളയേണ്ട, നമ്മെ എപ്പോഴും ചേർത്ത് പിടിക്കുവാനായിട്ട്, നിൻ്റെ കുറവുകളോടുകൂടെ, നിൻ്റെ പാപങ്ങളോടുകൂടെ നീ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിന്നെ ശുദ്ധീകരിക്കാം, ഞാൻ നിന്നെ ചേർത്ത് പിടിക്കാം, ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല എന്ന് യേശുനാഥൻ നമ്മോട് ഓരോരുത്തരോടും പറയുന്നു. അതിനാൽ യേശുവിൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് യേശുവിൻ്റെ പക്കലേക്ക് നമുക്ക് ഓടിച്ചെല്ലാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.